എല്ലാവർക്കും നമസ്കാരം. രാഹു-കേതു രാശിമാറ്റം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് രാഹു രാശി മാറിയാൽ കേതുവും രാശി മാറും. ഇത് കേൾക്കുമ്പോൾ ഇവർ രണ്ടും സഹോദര ഭാവത്തിൽ ഉള്ളവരാണെന്ന് തോന്നാമെങ്കിലും ഇവരുടെ ദൃഷ്ടി രണ്ടും രണ്ട് രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ രാശിമാറ്റം ഈ 2025 മെയ് മാസം മുതൽ 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ നിലനിൽക്കും. അപ്പോൾ ഇത്രയും നീണ്ടൊരു കാലാവധി ഇതിനുള്ളതിനാൽ ഈ രാഹു കേതു രാശിമാറ്റം നിങ്ങൾ 27 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കും. എന്നിരുന്നാൽ തന്നെയും ഈ 27 നക്ഷത്രക്കാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ രാഹു കേതുക്കൾ സ്വാധീനം ചെലുത്തുന്ന ആ 12 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ 12 നക്ഷത്രക്കാരിൽ തന്നെ 8 നക്ഷത്രക്കാർക്ക് രാഹു നൽകുന്ന രാജയോഗ സമാനമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത മാർഗമധ്യേ നിങ്ങൾ അനുഭവിച്ചിരിക്കും. എന്നാൽ ഇതേ സമയം ഇതിൽ ഈ 12 നക്ഷത്രക്കാരിൽ വെച്ചിട്ട് 4 നക്ഷത്രക്കാർക്ക് കേതു നൽകുന്ന കഷ്ടകാലം അനുഭവിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരു കാര്യം ഏറ്റവും ആദ്യം തന്നെ തുറന്നു പറയട്ടെ, ഈ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ പറയും. ഞാൻ സാധാരണഗതിയിൽ ഇവിടെ ഫലങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവുകളുണ്ടെങ്കിൽ അത് പറയാറില്ല. കാരണം ഇത് കേൾക്കുന്ന ആളുകൾ പരിഭ്രമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഈ രാഹു കേതു രാശിമാറ്റത്തിൽ നമുക്കിത് പറയാതെ പോകാൻ വയ്യ. അതെന്തുകൊണ്ടെന്നാൽ ഇവർ രണ്ടുപേരും നീചഗ്രഹങ്ങളാണ്. ഇവിടെ രാഹു നീചഗ്രഹമാണെങ്കിലും രാഹുവിന് കേതുവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ, അല്ലെങ്കിൽ ആ ഒരു സവിശേഷത എന്തെന്നാൽ, രാഹു അശുഭകരമായ യോഗമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അത് തൊഴിൽ, ബിസിനസ്, പണം എന്നിവയുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും രാഹു ദോഷകരമായിട്ടാണ് ഒരാളുടെ ജാതകത്തിലുള്ളതെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയുമാണ് രാഹു ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സമാധാനമുണ്ടാകില്ല. ഒരു നിമിഷം പോലും എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ കിടക്കാനോ ആ ജാതകന് സാധിക്കില്ല. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും ശരി, യാതൊന്നും ആസ്വദിക്കാനോ അനുഭവിക്കാനോ രാഹു ആ വ്യക്തിയെ അനുവദിക്കുന്നതല്ല. അതിനെ തുടർന്ന് തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുകയും ചീത്തപ്പേര് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. ഇതാണ് ഈ രാഹു ദോഷം എന്ന് പൊതുവെ പറയാറുള്ളത്. ഇത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഇത് അച്ചിട്ടായിരിക്കും. കാരണം അവർ വളരെയധികം തെറ്റുകൾ ചെയ്യുന്നൊരു സമയമാണ് ഈ രാഹുദോഷ സമയം. എന്നാൽ ഇവിടെ കേന്ദ്രഭാവത്തിൽ രാഹു ശുഭനായതുകൊണ്ട് ഇതിൽ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്ക് രാഹു ഇവരെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, സർവ്വവിധ സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും ഇവർക്ക് ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കും. എന്നാൽ ഇതേ സമയം കേതു ഇതിൽ പറയാൻ പോകുന്ന 4 നക്ഷത്രക്കാരെ അതിനീചമായി ഉപദ്രവിക്കും. അതെന്തുകൊണ്ടെന്നാൽ കേതു കുത്തിത്തിരിപ്പിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വരെ അപരാധം കേൾക്കേണ്ട അവസ്ഥകൾ ഇക്കൂട്ടർക്ക് സംജാതമാകും. പ്രത്യേകിച്ചും കേതു നീചത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രമാണങ്ങളിൽ ഒപ്പിടുക, കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കാൻ പോയാൽ അതോടുകൂടി വാദിപ്രതിയാകും. എന്ന് വെച്ചാൽ കുറ്റം ചെയ്തയാൾ രക്ഷപ്പെടുകയും ചെയ്യും, നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയും സംജാതമാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ രാഹുകേതു മാറ്റത്തിൻ്റെ ആ ദോഷഫലങ്ങൾ ഏൽക്കാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ചാലും സാധിക്കും. പറയാൻ കാരണം, അലക്ഷ്യമായി ജീവിതം നയിക്കുന്നവരെയാണ് ഈ രാഹുകേതുക്കൾ കഷ്ടത്തിലാക്കുന്നത്. അതായത് ജീവിതത്തിൽ മുൻപിൻ നോക്കാതെ തീരുമാനമെടുക്കുന്നവരും ഭാവിയെക്കുറിച്ച് വേണ്ട രീതിയിൽ ഉൾക്കാഴ്ചയില്ലാത്തവരും, അതുപോലെ തന്നെ വരും വരാഴികയെ ഗവനിക്കാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഈ രാഹുകേതു മാറ്റത്തിൽ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നത് വിധി പോലെ വരട്ടെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന മനോഭാവത്തോടു കൂടി നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ 70% നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. ബാക്കി 30% പാരമ്പര്യ ഘടകവും ഈശ്വരാധീനവുമാണ്. ഈ പറഞ്ഞ 30% വ്യത്യാസങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കില്ല. അത് വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ശരി, ഇതിൽ നമുക്ക് ആദ്യം രാഹു അനുഗ്രഹിക്കുന്ന 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനോടൊപ്പം ഇവർക്ക് വന്നു ചേരുന്ന രാജയോഗ സമാനമായിട്ടുള്ള ഫലങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ കഴിഞ്ഞ മെയ് 18-ാം തീയതി
ശനിയോടൊപ്പം മീനം രാശിയിൽ യോഗം ചെയ്തു നിന്ന രാഹു ഇപ്പോൾ കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറി വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഇതിൽ പറയാൻ പോകുന്ന ഈ ഫലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതുപ്രകാരം ആദ്യമായി വരുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രം. ഇവർക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹു അനുകൂല ഭാവത്തിലാണ്. ഇവരുടെ ഇതുവരെയുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും ഇനി മാറാൻ പോവുകയാണ്. അതായത് ഭൂമി കച്ചവടം ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് അവരുടെ ഭൂമി കച്ചവടം നടന്നു കിട്ടും. അതുപോലെ തന്നെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിക്കപ്പെടും എന്നാണ് ഗണിതത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട് പണി തടസ്സപ്പെട്ടു പാതി വഴിയിൽ നിൽക്കുന്നവർക്കെല്ലാം അതിൻ്റെ പുനർനിർമ്മാണ സാധ്യത വളരെയധികം കാണുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനോ ഉണ്ടായിരുന്ന ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നവർക്ക് ആ ദോഷങ്ങളും അകന്നു മാറിപ്പോകാനായിട്ടുള്ള സമയമാണ് സംജാതമായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുടുംബത്തിൽ നല്ല സമാധാനം വന്നു ചേരും. അങ്ങനെ സമാധാനം വന്നു കിട്ടിയാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുമാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന പരസ്പര ധാരണാ പിശകുകളെല്ലാം മാറി നല്ല സമാധാനത്തോടു കൂടിയുള്ളൊരു കുടുംബാന്തരീക്ഷവും വന്നു ചേരും. ഇതിൽ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി അവരെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കൈത്തൊഴിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായും വളരെ വലിയ സാമ്പത്തിക ശേഷി ഈ രാഹുകേതു മാറ്റത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് രാഹുവിൻ്റെ നിഷേധഭാവത്തിലുള്ളൊരു ക്രോസിംഗ് ഉണ്ട്. പക്ഷേ മറ്റ് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാഹുവിനിവിടെ ദോഷം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രാഹു നൽകുന്ന രാജയോഗ തുല്യഫലങ്ങൾ ഈ വരുന്ന 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും. മറ്റ് ദോഷപരിഹാരങ്ങൾക്കുള്ള വഴിപാടുകളും മറ്റും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം. ഈ വർഷത്തെ രാഹുകേതു രാശിമാറ്റത്തിൽ രാജയോഗപ്രദമായ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രം പുണർദ നക്ഷത്രം. ഈ നക്ഷത്രക്കാരിൽ ഗവൺമെൻറ് ജോലിക്കായി പല പ്രാവശ്യം നിങ്ങൾ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത ശ്രവിക്കാൻ ഈ ജൂൺ ജൂലൈ മാസങ്ങൾ മുതൽ സാധിക്കുമെന്നാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ വിദേശ ജോലിക്ക് ശ്രമിച്ചവർക്കും അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, വളരെയധികം ബന്ധങ്ങൾ വന്നു ചേരാൻ നിങ്ങൾക്ക് ഈ രാഹുകേതു മാറ്റം ഇടയാക്കുമെന്നാണ് കാണുന്നത്. അത് സുഹൃത്ത് ബന്ധമാകാം, അല്ലെങ്കിൽ ഒരു മംഗളകർമ്മം വീട്ടിൽ നടക്കുന്നതോടുകൂടി പുതിയ അതിഥി വീട്ടിലേക്ക് വരുന്നതുമാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ശേഷി ഉറപ്പായിട്ടും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറയാൻ കാരണം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധുക്കളിൽ നിന്നോ വലിയൊരു സാമ്പത്തിക സഹായം നിങ്ങളെ തേടി വരാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെ വലിയ രീതിയിൽ ഉയർന്നു കിട്ടാനും അവർക്ക് യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യരംഗം ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായും വളരെ മികച്ച ഒരു 1.5 വർഷ കാലയളവാണ് ഇപ്പോൾ ഇവിടെ സംജാതമാകുന്നത്. നിങ്ങൾക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയേക്കാൾ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിക്കാണ് പ്രാധാന്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ സർവകാര്യ വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഗൃഹനിർമ്മാണം അത് നടന്നു കിട്ടും. അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വാഹനം കൊടുത്തിട്ട് മറ്റൊരു പുതിയ വാഹനം മേടിക്കാനുള്ള യോഗമുണ്ടായി തീർന്നേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നടക്കാൻ യോഗമുണ്ടായിത്തീരും. അതുമാത്രമല്ല, രാഹു തരുന്ന രാജയോഗത്തിൻ്റെ ഫലമായി ഈ പറഞ്ഞ ചിങ്ങമാസത്തിന് മുൻപായി തന്നെ വളരെ വലിയ സാമ്പത്തിക സ്രോതസ്സ് നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ്. ഒരു പക്ഷേ ചിങ്ങത്തിൽ വന്നില്ലെങ്കിൽ പോലും കുംഭമാസത്തിൽ ഉറപ്പായിട്ടും വന്നു ചേരും. അതോടുകൂടി ജീവിതം രക്ഷപ്പെട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ 12-ാം ഭാവം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ചില തടസ്സങ്ങൾ മാർഗമധ്യേ കാണുന്നുമുണ്ട്. പക്ഷേ അത് അത്ര കാര്യമാക്കേണ്ട ഒന്നല്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പരിഹാര മാർഗങ്ങളെല്ലാം ഏറ്റവും അവസാനം ഒന്നിച്ചു പറയാം. അടുത്തതായി രാഹുകേതു മാറ്റം രാജയോഗം കൊണ്ടുതരുന്ന നാളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാഹുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം പരമപ്രധാനമാണ്.
അതുകൊണ്ട് തന്നെ ഇതിൽ ഭൂരിഭാഗം നക്ഷത്രക്കാർക്കും ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉറപ്പായിട്ട് മാറിക്കിട്ടുമെന്നാണ് ഗണിതത്തിൽ കാണുന്നത്. മാത്രവുമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇതിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതിന് അനുമതി ലഭിക്കും. ഇതിൽ കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ട് കണ്ണീരും കൈയുമായി ഇരിക്കുന്നവർക്കെല്ലാം പുതിയൊരവസരം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കായാൽ അത് ജീവിതത്തിൽ പുതിയൊരു നാഴികക്കല്ലായി മാറുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ നീചഗ്രഹങ്ങളായിട്ടുള്ള ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി കഴിഞ്ഞ കാലങ്ങളിൽ രൂക്ഷമായിട്ട് പതിച്ചതുകൊണ്ടായിരുന്നു ഇതുവരെ കഷ്ടപ്പാടും ദുരിതവുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ മുതൽ അത് മാറാൻ പോവുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ 6, 8, 12 ഭാവങ്ങൾ ഈ വരുന്ന ജൂലൈ, ഓഗസ്റ്റ് മാസം മുഴുവനായി ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇപ്പോൾ മാത്രമല്ല, വരുന്ന 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ 6, 8, 12 ഭാവങ്ങൾ വളരെ പരമപ്രധാനമാണ്. അതായത് ഈ സമയം നിങ്ങൾ കർമ്മമേഖലയിൽ സഹപാഠികളുമൊത്ത് ജോലി ചെയ്യുമ്പോൾ നല്ല കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. പറയാൻ കാരണം, കർമ്മമേഖലയിൽ ഈ സമയം ശ്രദ്ധിച്ചാൽ ധാരാളം ധനം വന്നു ചേരും, അല്ലെങ്കിൽ ആ ധനം നഷ്ടപ്പെട്ടു പോകാൻ യോഗമുണ്ടായിത്തീരും. എന്തായാലും ശരി, ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ചിങ്ങമാസത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായ നേട്ടങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ വരുന്ന നവംബർ, ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില ശുഭമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനും യോഗമുണ്ടായിത്തീരും. രാഹുകേതു മാറ്റത്തിൽ രാജയോഗ സമാനമായിട്ടുള്ള യോഗങ്ങൾ ലഭിക്കുന്ന അടുത്ത നക്ഷത്രമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചോതി നക്ഷത്രം. നിങ്ങൾക്ക് രാഹു കേന്ദ്രഭാവത്തിലായതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വിദേശയാത്രാ ഭാഗ്യം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ദേശം വിട്ട് അന്യ സംസ്ഥാനത്തിലേക്ക് പോയാലും അത് വിദേശയാത്രയായിട്ട് തന്നെ കാണേണ്ടി വരും. മാത്രമല്ല, അന്യദേശത്ത് പോയി വളരെയധികം ധനം സമ്പാദിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതായത് ഈ മെയ് മാസം മുതൽ അടുത്ത 2026 ഡിസംബർ മാസത്തിനുള്ളിൽ യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ശനിയുടെ ഒരു നീച ദൃഷ്ടിയും കൂടി ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെ നിശ്ചയമായും പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ചതി, വഞ്ചന, മറ്റ് ശത്രുദോഷങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റ് എഗ്രിമെൻറ്റുകൾ, പേപ്പറുകളെല്ലാം സൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. ഇതിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കാണെങ്കിലും വളരെ വലിയ അംഗീകാരങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത്, ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ചെറുകിട വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാർ, ഇവർക്കെല്ലാം വൻതോതിൽ അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ ഈ രാഹുകേതു മാറ്റം അവസരങ്ങൾ കൊണ്ടുതരും. ഇനി അടുത്തതായിട്ട് രാഹുകേതു മാറ്റത്തിൽ രാജയോഗ തുല്യ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രം വിശാഖ നക്ഷത്രം. ഈ വിശാഖ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു സമ്പാദ്യം തന്നെയാണെന്ന് ഉറപ്പായിട്ടും പറയേണ്ടി വരും. പറയാൻ കാരണം, ലോട്ടറി അടിക്കാം എന്നാണ് പ്രഥമ ദൃഷ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ധനമല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, മറിച്ച് നിങ്ങളെ തേടി വരുന്ന ഒരു സമ്പത്തായിട്ടാണ് നമുക്കിവിടെ ഗണിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ധനം വിദേശത്ത് നിന്ന് വരുന്ന ധനം എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്കിവിടെ ഗണിതത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി അത് അല്പാൽപമായിട്ടാണെങ്കിൽ പോലും കാണുന്നുമുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ഗ്രഹനിലയിൽ രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി ഏതാണ്ട് തത്തുല്യമാണ്. അതിനാൽ 6, 8, 12 ഭാവങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ 6-ാം ഭാവം പ്രതിനിധീകരിക്കുന്നത് മുഖ്യമായിട്ടും രോഗാവസ്ഥയും അപകടങ്ങളുമാണ്. എന്ന് വെച്ചാൽ ശത്രു, ഋണം, ഒടിവ്, ചതവ്, വിഘ്നം, ദുഃഖം, സംശയം, കടം, കള്ളന്മാർ, ഭയം, അപമാനം, ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ 6-ാം ഭാവം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ 6-ാം ഭാവത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ രാഹുവും ശനിയും ശുഭനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 6-ാം ഭാവത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ദൂരസ്ഥലങ്ങളിലുള്ള ദേവാലയ ദർശനത്തിന് യാത്രാനുമതി ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകൾ എല്ലാം പരിപൂർണമായി വരുന്ന 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർത്തെടുക്കാൻ അതിനു പറ്റിയ അവസരങ്ങൾ സംജാതമാകാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലെ ചെറുപ്പക്കാർക്ക് അവരുടെ വിവാഹാദി മംഗളകാര്യങ്ങളിലെല്ലാം കാലതാമസം അനുഭവപ്പെട്ടിരുന്നവർക്കെല്ലാം അതെല്ലാം ഇനി ഉടനെ നടന്നു കിട്ടും. അതിനെ തുടർന്ന് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം അനുഭവിക്കാനും യോഗമുണ്ടായിത്തീരും. അത് നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ ഒരു ജോലി മാറ്റത്തിനോ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ നോക്കിയാൽ ഈ രാഹുകേതു മാറ്റം നിങ്ങൾക്ക് ഉത്തമ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. അതിന് രാഹുകേതു രാശിമാറ്റത്തിൽ രാജയോഗ ഫലം ലഭിക്കുന്ന അടുത്ത നക്ഷത്രമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം. നിങ്ങൾക്ക് വളരെ വലിയൊരു സാമ്പത്തിക ശേഷി ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതുപോലെ തന്നെ ചിലവും വർദ്ധിക്കാൻ യോഗം കാണുന്നുണ്ട്. ഇവിടെ ചിലവ് വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവ് ചെയ്യുന്നത് മാത്രമല്ല, തസ്കര ശല്യങ്ങളും കാണുന്നുണ്ട്. അതായത് യാത്രാവേളകളിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത അല്പം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 അതിലധികമോ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ഇത് ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലോ അതിൻ്റെ ആ ഒരു പരമോന്നത പീക്ക് പോയിന്റിൽ എത്തിച്ചേരും എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മമേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇതിനോടൊപ്പം ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് കാണുന്നത്. അതിനാൽ അതിൽ നിന്നും പ്രതീക്ഷിച്ചതിലുമധികം വരുമാനം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില മുൻകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അതുവഴി പുതിയൊരു ജീവിതാന്തരീക്ഷം അവർ മുഖാന്തരം തുറക്കപ്പെടാനും യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സംരംഭങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറും എന്നാണ് പൊതുവെ പറയാനുള്ളത്. അതിന് അടുത്തതായിട്ട് രാഹുകേതു രാശിമാറ്റം രാജയോഗം തരുന്ന നക്ഷത്രമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ കർമ്മമേഖല ഉറപ്പായും വിജയിച്ച് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ അടുത്ത 2026 ഏപ്രിൽ, മെയ് മാസങ്ങളും നിങ്ങളുടെ കർമ്മമേഖല അത് അത്യുന്നതങ്ങളിലെത്താൻ യോഗമുണ്ടായിത്തീരും. ഈ നക്ഷത്രക്കാരിൽ നിലവിൽ ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഈ പറഞ്ഞതുപോലെ ജൂൺ മാസം പകുതിക്ക് ശേഷമോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തിലോ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. അതൊരു പക്ഷേ സ്വകാര്യ മേഖലയിലാകാം അല്ലെങ്കിൽ സർക്കാർ തലത്തിലും ആകാവുന്നതാണ്. എന്തായാലും ഒരു വിശേഷപ്പെട്ട ജോലി തന്നെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന നവംബർ, ഡിസംബർ മാസങ്ങളിൽ കുടുംബത്തിൽ ചില വിശേഷപ്പെട്ട മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രവുമല്ല ഈ വർഷം അവസാനം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ അത് നടത്തി പൂർത്തിയാക്കിയ ശേഷം വീട്ടിൽ കൂടുതൽ പ്രൗഢിയോടുകൂടി താമസം ആരംഭിക്കാനോ യോഗം കാണുന്നുണ്ട്. ഇതിൽ പുതിയൊരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ സഫലമാകുന്നതാണ്. അതായത് ചിങ്ങമാസത്തിനുള്ളിൽ നടന്നു കിട്ടാനാണ് യോഗം കാണുന്നത്. ഒരു പക്ഷേ ഇത് വൈകിയാൽ തന്നെ നവംബർ, ഡിസംബർ മാസങ്ങളിലും ഇതിനുള്ള ഏറ്റവും മികച്ച സമയമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും നല്ല സാമ്പത്തിക സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 2026 ജനുവരിയോടുകൂടിയായിരിക്കും. പറയാൻ കാരണം വിചാരിക്കാത്ത പല മേഖലകളിൽ നിന്നും വളരെയധികം സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരും. അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ചും വിദേശയാത്രയ്ക്കുള്ള അവസരവും ചെറുകിട ബിസിനസ്സുകളും ഈ സമയം ഉയർന്നു കിട്ടും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്താൻ ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളോടുകൂടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാഹുകേതു രാശിമാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ തന്നെ സ്മൂത്തായി കിട്ടാൻ യോഗമുണ്ടായിത്തീരും. അതിന് ഈ രാഹുകേതു രാശിമാറ്റത്തിൽ അടുത്തതായിട്ട് പറയുന്നത് ചതയം നക്ഷത്രം. ഈ ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലൊരു സുവർണ അവസരമാണ് ഈ വരുന്ന ഒക്ടോബർ 20 മുതൽ വരുന്ന 2026 ഫെബ്രുവരി മാസം അവസാനം വരെ ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം 2026 വർഷത്തിൻ്റെ പകുതിക്ക് ശേഷവും ഗുണപ്രദമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കടബാധ്യതകൾ പരിപൂർണമായി തന്നെ ഒഴിഞ്ഞു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബന്ധുവിൽ നിന്നോ സാമ്പത്തിക സഹായം വന്നു കിട്ടാനാണ് യോഗം കാണുന്നത്. മാത്രവുമല്ല ഈ കാലയളവിൽ വീട്ടിലേക്ക് വില കൂടിയ ഗൃഹോപകരണങ്ങൾ മേടിക്കാൻ അല്ലെങ്കിൽ ദൂരസ്ഥലത്തുള്ള ഇഷ്ടപ്പെട്ട വസ്തു സ്വന്തമാക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ കാലയളവിൽ പുതിയ വാഹനം മേടിക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം അത് അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി പുതിയതുപോലെ ഉപയോഗിക്കാനോ യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആരോഗ്യ സംബന്ധമായിട്ടും വളരെയധികം ആശ്വാസം ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സമയം വന്നു ചേരുന്നത് ഈ വരുന്ന ഡിസംബർ പകുതിക്ക് ശേഷവും 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി വളരെ മെച്ചപ്പെട്ട സമയമാണ്. ഇതിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പഠന നിലവാരം അത് നല്ല രീതിയിൽ മെച്ചപ്പെടുകയും അതിനെ തുടർന്ന് ഉപരിപഠനത്തിനുള്ള യോഗവും വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ദീർഘനാളായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിലൊന്ന് ഈ അന്യദേശങ്ങളിൽ സഞ്ചരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും ഈ പ്രാവശ്യം നടന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായും കർമ്മപരമായും വളരെ വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് രാഹു തരുന്ന രാജയോഗ ഫലങ്ങളായിട്ട് നിങ്ങൾ ഈ 8 നക്ഷത്രക്കാർക്കും വേണ്ടി പറയാനുള്ളത്. ഇനി അടുത്ത 4 നക്ഷത്രക്കാർ ഇവർക്ക് കേതു ദോഷം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നവരാണ്. പ്രത്യേകം ഓർക്കുക, അത്ര വലിയ നാശനഷ്ടങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകുന്നതല്ല. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ എടുത്തു പറയത്തക്ക ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നതല്ല. അതോടൊപ്പം പ്രാർത്ഥനയും ശക്തമായിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം, രണ്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്രം, മൂന്നാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം. ഇവിടെ നിങ്ങൾ ഈ 4 നക്ഷത്രക്കാർക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ചെറിയൊരു ക്രോസിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് കേതു നിങ്ങൾക്ക് അതിനീചമായിട്ട് ദൃഷ്ടി ചെയ്യാനുള്ള ആ ഒരു പ്രധാന കാരണം. പക്ഷേ ഈ സമയത്ത് തന്നെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. പറയാൻ കാരണം വ്യാഴവും ശുക്രനും നിങ്ങൾക്ക് ഗുണവാനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ വാക്കും പ്രവൃത്തിയും ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന ദോഷം മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് രാഹുകേതു രാശിമാറ്റത്തിൽ പറയാനുള്ളത്. ഇനി രാഹുകേതുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഒന്ന് പറയാം. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയിലും അടുപ്പിച്ച് പോകാൻ സാധിച്ചില്ലെങ്കിലും മാസത്തിലെ ഒരു ശനിയാഴ്ച ദിവസമെങ്കിലും ദർശനം നടത്തിയാലും മതി. ഇനിയൊരു പക്ഷേ നിങ്ങൾ വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ വീഡിയോകളിൽ തന്നു പോയിക്കൊണ്ടിരുന്നാലും മതി. അതോടൊപ്പം ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അതിനോടൊപ്പം എല്ലാ ദിവസവും സന്ധ്യാനാമത്തോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഈ വരുന്ന 28-ാം തീയതിയിലെ അഹോരഹോമത്തിൽ നിങ്ങൾ ആരെങ്കിലും പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും ഉൾപ്പെടുത്താത്തവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.